അതെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാൻ വിളിച്ചാലോ? അതിനെന്താ, നല്ല കാര്യം, നമുക്ക് വിളിക്കാം. അയ്യോ, അവരെ മാത്രം വിളിച്ചു കഴിഞ്ഞാ എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും? അവരും വിളിക്കാം നമുക്ക്. അപ്പൊ നിങ്ങളുടെ അളിയനെയും പെങ്ങളെയും വിളിക്കണില്ലേ? അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? നമുക്ക് അവരും വിളിക്കാം. ഇവരൊക്കെ വിളിച്ചിട്ട് നമ്മുടെ എളിമമാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? നമുക്ക് അവരും വിളിക്കാന്നേ, എല്ലാരും വിളിക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാം? ഇത്രയും ആൾക്കാരെ വിളിക്കുമ്പോ നമ്മുടെ അയൽക്കാരെ വിളിച്ചില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? എടി, ഇതിപ്പോ നാട്ടുകാരെ മൊത്തം വിളിക്കേണ്ട അവസ്ഥയാണല്ലോ. എന്റെ കയ്യിൽ അതിനുള്ള കാശൊന്നുമില്ല. അതും ശരിയാ. ലിസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും? അല്ലെങ്കിൽ വേണ്ട, ആരെയും വിളിക്കണ്ട. നീ ഇവിടുന്ന് എണീറ്റ് പോണോ അല്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണോ? ഓ, നമ്മളില്ലേ, നമ്മള് കാരണം ഇനി ആരും പോണ്ട. അല്ലിക്ക, ഇത് നോമ്പ് തുറക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? എന്റെ പൊന്നു സജി, നിനക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാ നീ ഉണ്ടാക്ക്. എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാ നിങ്ങൾ എന്ത് വിചാരിക്കും?